ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അതായത് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് മാറിയിട്ടുണ്ട്. കിച്ചൺ ആൻഡ് ഡ്രൈവ് എന്നുള്ളത് രമ്യാസ് ടേസ്റ്റ് ട്രാവൽ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു മാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതേ കുറച്ച് കണ്ണിമാങ്ങയാണിത്. നമ്മൾ ഇങ്ങനെ കണ്ണിമാങ്ങയൊക്കെ ഇങ്ങനെ വീണ് തുടങ്ങില്ലേ മാങ്ങക്കാലായാൽ. അപ്പോൾ കുറച്ചൊന്ന് വാടിയാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കണ്ണിമാങ്ങയൊക്കെ എടുത്തിട്ട് നമ്മൾ മുറിച്ചിട്ട് മുളകൊക്കെ ഇട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ചെറിയ അച്ചാർ പോലെയൊക്കെ ആക്കിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ കണ്ണിമാങ്ങ വെച്ചിട്ട് നമ്മൾ കണ്ണിമാങ്ങ കടുമാങ്ങ കറിയായിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. കടുമാങ്ങയുടെ ആ ടേസ്റ്റിലാണ് വരുന്നത്. ഇത് വലിയ മാങ്ങയാണ്. ഇത് ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെ മുറിക്കാൻ നോക്കാം. ഇതിപ്പോൾ ഒന്ന് വാടിയാലും ചെറുതായിട്ടൊന്ന് വാടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ മാറിയിട്ട് നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് അതിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അണ്ടി വരുന്നേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് എടുത്ത് മാറ്റാം. ഇങ്ങനെ കത്തി കൊണ്ട് തന്നെ എടുത്ത് മാറ്റിയാൽ നമുക്കത് കിട്ടും. ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ വെച്ചിട്ട് പകുതി വെക്കാം. ഇത് നമുക്കത് ഇതേപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം. നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിനോ അങ്ങനെയൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ ഈ ഒരു പാകത്തിന് നമുക്ക് മുറിച്ചെടുക്കാം. ഇത് നല്ലോണം കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് നല്ലോണം തുടച്ചെടുക്കണം കേട്ടോ. വെള്ളം വേണ്ട. കുറേയൊന്നും ഇരിക്കാനൊന്നുമല്ല. നമുക്കിതിപ്പോൾ കണ്ണിമാങ്ങ നമ്മളിങ്ങനെ പെറുക്കിയെടുക്കുന്നത് അധികമൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയൊരു തൊടുകറി പോലെയൊക്കെ നമുക്ക് കഴിക്കാം. എന്നാലും കുറച്ച് ദിവസമൊക്കെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ വെള്ളമൊന്നും നമ്മൾ ചേർക്കണില്ല. വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഇതിൽ ചേർക്കുക. ഇനി ഈ കണ്ണിമാങ്ങ വീണ് പൊട്ടണതൊക്കെയാണിത്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതേപോലെ എല്ലാം നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. മാങ്ങയൊക്കെ മുറിച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ നമുക്കിങ്ങനെ മുറിച്ച് കിട്ടും. അതിൽ നല്ല മാങ്ങയൊക്കെ നോക്കി തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ മുറിച്ചെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 2 സ്പൂണ് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ആ ഉപ്പ് എല്ലാ മാങ്ങയിലേക്കായി പിടിച്ച് വരും. അത് ഒരു 2 മണിക്കൂർ നമുക്ക് കഴിഞ്ഞിട്ട് മാങ്ങക്കറി ഉണ്ടാക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. നമ്മൾ കണ്ണിമാങ്ങ ചെത്തി ഉപ്പിലിട്ട് വെച്ചതാണ്. 2 മണിക്കൂർ വെക്കാനാണ് പറഞ്ഞത്. ഞാൻ ഒരു ദിവസം മുഴുവനും വെച്ച് അപ്പോൾ നല്ലോണം ഉപ്പ് അതിൽ പിടിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. അതിൽ ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് സാധാരണ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പച്ചക്കടുക് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ കിട്ടും. നമ്മൾ കടുമാങ്ങയ്ക്കൊക്കെ നമ്മൾ കടുക് മസ്റ്റായിട്ട് നമ്മൾ ഇടണം. അതുപോലെ തന്നെയാണ് ഈ കടുമാങ്ങ കറി നമ്മൾ വെക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഫ്ലേവർ, കടുകിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരണം. അപ്പോൾ കടുക് നമ്മൾ ഇടുന്നത് 1.5 ടേബിൾ സ്പൂൺ ഇടണം. ഇനി നമ്മൾ 3/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടിത് മിക്സ് ചെയ്യാം. ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. നമുക്കൊരു കറി പോലെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച്
ആവശ്യത്തിനുള്ള കുറച്ച് നമുക്ക് എത്ര കൊണ്ട് കറി വേണം വല്ലാണ്ട് വെള്ളം ഒഴിക്കേണ്ട, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് അത് നമ്മൾ ഒഴിച്ചു കൊടുത്ത് അതുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് മാങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുള്ളതാണ്, നോക്കിയിട്ട് വേണം എന്നുള്ളവർക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൽ വേറൊന്നും ചേർക്കണില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ കണ്ണിമാങ്ങ കടുമാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതേപോലെ കണ്ണിമാങ്ങയൊക്കെ പെറുക്കിയെടുത്ത് നല്ലത് നോക്കിയിട്ട് ഇതേപോലെ ചെത്തിയെടുത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമുക്ക് എണ്ണ വേണ്ട, വിനീഗർ ഉപയോഗിക്കണില്ല, വെറും പച്ച കടുക് ക്രഷ് ചെയ്തതും മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പുമാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂടിയാണ് കാണിക്കുന്നത്. പച്ചമാങ്ങ എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ എല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് ചെറുതാക്കി ഞാൻ സാധാരണ നമ്മൾ ഒരു ഇഞ്ച് കഷ്ണം വലിപ്പത്തിലൊക്കെ അല്ലേ അച്ചാറിന് നമ്മൾ മുറിക്കുക. ഇത് ചെറുതായി അരിഞ്ഞിട്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു ദിവസം ഞാൻ കല്ലുപ്പിട്ട് മാറ്റി വെച്ചതാണത്. നന്നായിട്ട് ഉപ്പെല്ലാം മാങ്ങയിൽ ചേർന്നിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തുടം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒന്ന് കീറിയിട്ട് കൊടുക്കാം, ചെറുതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഒരു 5-8 പച്ചമുളക് ഞാൻ ഇങ്ങനെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതൊന്ന് വാടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വാടി വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്നെങ്കിൽ ഓഫാക്കുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടുകയും ചെയ്യാം. അപ്പോൾ ആ മാങ്ങയ്ക്ക് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായംപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 1/2 ടീസ്പൂൺ ഉലുവ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് ഞാൻ മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം വേണ്ട, നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ആ ചൂടിൽ തന്നെ ആ മുളക് പൊടിയുടെ പച്ചമണം മാറും. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉപ്പ് ചേർത്തിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് നോക്കാം, നമ്മൾ മാങ്ങയിൽ ഉപ്പ് ചേർത്ത് വെച്ച കാരണം പാകത്തിന് തന്നെയാണ് ഉപ്പൊക്കെ ഇരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ്. ഇതിനൊരു കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 സ്പൂണ് കാണും. വേറെ വെള്ളമൊന്നും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമൊന്നും ഇതിൽ ചേർക്കണില്ല. ഇത് ഇരുന്നാലും ഒന്നും കൂടി കുറുകി ഇങ്ങനെ വരും. നല്ലൊരു കട്ടയായിട്ടുള്ള ഒരു അച്ചാർ പോലെ ആയിട്ടാണ് കിട്ടുക. ഇതിലധികം ചാറുണ്ടാവില്ല. 2 കറികളും റെഡി ആയിട്ടുണ്ട്. കണ്ണിമാങ്ങ കടുമാങ്ങ കറിയും മാങ്ങ അച്ചാറും. ഈ രീതിക്കൊന്ന് രണ്ടും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിനും കഞ്ഞിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ കണ്ണിമാങ്ങ കടുമാങ്ങ കറിയുടെ ആ ഒരു ഫ്ലേവർ, ഈ കടുകിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഉണ്ടാവണം. കണ്ട, ഈ കടുകൊക്കെ ഇങ്ങനെ നമുക്ക് കാണണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.